ശ്രീ ജിബി, ഈ ഇസ്രയേലിൻ്റെ എക്കോണമിയെ ഈ യുദ്ധം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഇസ്രയേലിന്റെ എക്കണോമിയെ സംബന്ധിച്ചും ഇസ്രയേൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സാലറിയെ സംബന്ധിച്ചും ഇതുവരെ ഞങ്ങൾക്കൊരു മുടക്കവും വന്നിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഉണ്ട്. അതായത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഹമാസ് തുടങ്ങി ഹിസ്ബുള്ള, ഹെമൻ, ഇവരിങ്ങനെ കണ്ടിന്യൂസ് അറ്റാക്ക് തുടങ്ങുന്നു, ഇവർ അങ്ങോട്ട് തിരിച്ച് യുദ്ധം ചെയ്യുന്നു. ഇതിനകത്ത് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങളെ പോലുള്ളവർ ഉൾപ്പെടെ രക്ഷിക്കുവാൻ വേണ്ടി അയൺ ഡോം സംവിധാനം വെക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഒരു ദിവസം ചെലവാക്കുന്നത് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാനുള്ളത്, സാധാരണക്കാരന്റെ ഭാഷ പറഞ്ഞാൽ നാട്ടിൽ ഒരു ഹർത്താൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരു മരം വീണാൽ 5 ദിവസത്തേക്ക് ആ വഴി പോകാൻ പറ്റത്തില്ല എന്ന സിറ്റുവേഷൻ ഉള്ളപ്പോൾ ഇവിടെ ഇത്രയും യുദ്ധങ്ങൾ, ഈ പറയുന്ന കത്തി അമരുന്ന ടെല്ലവീവും ഹൈഫയും ജെറുസലേമും ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ ട്രാൻസ്പോർട്ടേഷനെയോ ഇവിടെയുള്ള ഒരു വൈദ്യുതിയെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു AC യോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാലറിയോ ഫുഡിനെയോ അക്കോമഡേഷനെയോ ഞങ്ങളുടെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സംരംഭങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ട് നോർമൽ ലൈഫ് തന്നെയാണ്. പക്ഷെ ഇത് എത്രത്തോളം ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ഇല്ല, നിങ്ങൾ ഇപ്പോഴും ദരിദ്രരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കത് മനസ്സിലാകാത്തത്. ഒരു മാസത്തെ സാലറി പോലും മുടങ്ങിയിട്ടില്ല, ഒരു ദിവസത്തെ സാലറി മുടങ്ങിയിട്ടില്ല, ഒരു നേരം പട്ടിണി കിടന്നിട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നൊരു അറ്റാക്ക് ഉണ്ടാകുന്നു നെസിയോ എന്ന സ്ഥലത്താണ്, 2.5 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ ശരിയാണ്, ഈ പറയുന്ന അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു മിസൈലിന്റെ ഒരു ചീള് തെറിച്ചു വീണു. അതിനർത്ഥം ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റ് അവിടെ ക്ലീൻ ചെയ്ത് അത് പഴയ കാലത്തിലേക്ക് വന്നു, അതായത് നോർമൽ ലൈഫിലേക്ക് വന്നു. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയാം. ഈ ഇറാനെ ഇത്രയും അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴും തിരിച്ച് പ്രത്യാക്രമണം വരും എന്ന സത്യം തിരിച്ചറിയാത്ത പൊട്ടന്മാരല്ല ഇസ്രായേലുള്ളവർ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആബിയോട് സംസാരിച്ചും പറഞ്ഞ കാര്യം. ഒരു പക്ഷേ അമേരിക്ക ഈ ആണവായുധത്തെ തകർത്തില്ലായിരുന്നെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞൊരു കാര്യമാണത്, അമേരിക്ക അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ അത് ചെയ്യുമെന്ന് ബിബി എന്ന് പറയുന്ന ഒരാൾ ദീർഘവീക്ഷണത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലച്ചോറായിട്ടുള്ള ബ്രെയിൻ ആയിട്ടുള്ള ടെല്ലവീവിന്റെ അഗാന്തരങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് തന്നെയാണ് ഇവിടെ ഉള്ളവരും പറയുന്നത്. അതുകൊണ്ട് ഇക്കണോമിക്കലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലിയോ ഒന്നും തന്നെ ഞങ്ങൾ അസ്വസ്ഥരല്ല. അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ ഈ പറയുന്ന അതോറിറ്റികൾ ആരും തന്നെ അസ്വസ്ഥരല്ല. അല്ല, അപ്പൊ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? കെട്ടിടങ്ങൾക്കും സാധാരണക്കാർക്കായിട്ടുള്ള ഇവിടെ ഉള്ളവർക്കും സിവിലൈസ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനർത്ഥം ഈ പറയുന്ന തരത്തിലുള്ള മീഡിയയുടെ ഈ ഒരു എന്താ പറയാ, അവരുടെ സാങ്കല്പികതയിലുള്ള ആ ഒരു കാര്യത്തിൽ നടന്നിട്ട് ടെല്ലവീലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ബെൻഗൂറിയൻ എയർപോർട്ട് സംഭവിച്ചിട്ടില്ല, ഹൈഫ പോർട്ട് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മെയിൻ കേന്ദ്രങ്ങളാണല്ലോ നമുക്കുള്ളത്. ഓഫ് കോഴ്സ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്, ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഈ പറയുന്ന ലോക സമാധാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ഭീകരരെ ആണെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ സാധാരണക്കാരെയാണ്. അത് ഈ അയൺ ഡോമുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് സംഭവിക്കുന്നുണ്ട്, അത് ഞങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇറാനിൽ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ട്. ഇസ്രയേൽ അതുപോലെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നടപടിയിൽ അമർഷവും രോഷവും പ്രതിഷേധവും ഒക്കെയുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലുണ്ടോ? ഇത് മറ്റേ നമ്മുടെ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് അല്ലെങ്കിൽ ഹമാസിന്റെ അറ്റാക്ക് സംഭവിക്കുന്നതിന് മുന്നേ ഓഫ് കോഴ്സ് നമ്മുടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തോട് താല്പര്യമില്ലാത്തവർ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് സംഭവിക്കുന്നത്, വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ഒക്കെ ഇവിടെയുള്ള പൊതുവേദികളിൽ കൂടാറുണ്ട്. അത് സർവ്വസാധാരണമാണ്. പക്ഷെ ഒരു യുദ്ധം വന്നു കഴിയുമ്പോൾ, ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ പറഞ്ഞതുപോലെ, യുദ്ധം വന്നു കഴിയുമ്പോൾ രാജ്യം ഒന്നാണ്, അതിൻ്റെ അകത്ത് രാജ്യമെന്ന വികാരമാണ്. അതിനകത്ത് അതല്ലാതെ കണ്ടിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ, ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്ന ഈ സാധാരണക്കാരെ കൊന്ന, ഈ കശ്മീരിൽ കൊന്ന സംഭവത്തിൽ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം അപലപിച്ചപ്പോഴും കേരളത്തിലെ ഭരണാധികാരികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെ നടക്കാൻ പാടില്ലാത്തതാണെന്ന് സംഭവിച്ച ഒരു നഗ്നസത്യം കണ്ടത് കേരളത്തിൽ മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ്. ബിബി എന്ന് പറയുന്ന ഭരണാധികാരിയോട് ചേർന്ന് വെച്ച് തന്നെയാണ് ഇവിടുത്തെ IDF-ഉം ഹോം കമാൻഡ് സിസ്റ്റങ്ങളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്.